നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബ്രിട്ടനിൽ പ്രധാനമന്ത്രിക്കെതിരെ വിവാദം പുകയുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി സ്വന്തം മരുമകൾക്ക് സുരക്ഷിതമായ ഒരു സീറ്റ് ഉറപ്പിച്ച സംഭവത്തിൽ സ്റ്റാമർക്കെതിരെ പുതിയ വിവാദം. സ്റ്റാമറുടെ സഹോദരി കാതറിൻ സോബയുടെ മകൾ എല്ലി സാന്റോവിനെ കഴിഞ്ഞ ആഗസ്റ്റിലായിരുന്നു ബെൻഷാം നൊനാവ വാർഡിൽ മത്സരിക്കാനുള്ള അവസരം നൽകിയത്. സ്വജനപക്ഷം കാണിക്കാൻ സ്റ്റാമർ 2 ലേബർ കൗൺസിലർമാർക്കും ക്രോയ്ഡോണിലെ ഡസനോളം സിറ്റിംഗ് കൗൺസിലർമാർക്കും മത്സരിക്കാനുള്ള അവസരം നിഷേധിച്ചു. ബ്രിട്ടനിൽ ഇന്ധനക്ഷാമമുണ്ടായാൽ വിമാന കമ്പനികൾക്ക് മുൻകൂട്ടി സർവീസുകൾ റദ്ദാക്കാൻ അനുമതി നൽകുന്ന പുതിയ പദ്ധതി സർക്കാർ തയ്യാറാക്കി. നടപടി വേനൽക്കാലത്തെ ഇന്ധന ലഭ്യതയിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ വിമാനത്താവളങ്ങളിലെ സ്ലോട്ടുകൾ നഷ്ടപ്പെടാതെ തന്നെ ആഴ്ചകൾക്ക് മുമ്പ് സർവീസുകൾ റദ്ദാക്കാൻ എയർലൈൻസുകൾക്ക് കഴിയും. നീക്കം യാത്രക്കാരെ ബാധിക്കുന്ന അവസാന നിമിഷം റദ്ദാക്കൽ ഒഴിവാക്കുന്നതിന് വേണ്ടി യുകെയിലെ 4 റിഫൈനറികളോട് ജെറ്റ് ഇന്ധന വിതരണം പരമാവധി വർദ്ധിപ്പിക്കുവാനും അമേരിക്കയിൽ നിന്നും കൂടുതൽ ഇന്ധനം എത്തിക്കുവാനും സർക്കാർ നിർദ്ദേശം നൽകി. ഇറാനിലെ യുദ്ധം ബ്രിട്ടനിൽ മരുന്നുകൾക്ക് ലഭിക്കുന്നതിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ബ്രിട്ടൻ രോഗികളടക്കം നേരിടുന്നത് വർഷങ്ങൾക്കിടെ കാണാത്ത വിധത്തിലുള്ള മരുന്ന് ക്ഷാമം. രാജ്യത്ത് സ്ട്രോക്ക്, ഹൃദയാഘാതം, ചുഴലി രോഗികളിൽ പെടുന്നവർക്ക് ആവശ്യമായ മരുന്നുകൾ കിട്ടാത്ത അവസ്ഥ. പ്രതിസന്ധിക്ക് കാരണം ആഗോള വിതരണ ശൃംഖലയിലെ പ്രശ്നങ്ങളെന്ന് സർക്കാർ. ബ്ലഡ് പ്രഷർ, എപ്പിസൈസ്, ക്യാൻസർ മരുന്നുകളുടെ ക്ഷാമവും രൂക്ഷം. ഇറാൻ അമേരിക്ക യുദ്ധം അവസാനിക്കാനുള്ള സാധ്യതകൾ കണ്ടു തുടങ്ങി. സമാധാന കരാറിനായി ഇറാൻ സമർപ്പിച്ച 14 ഇന നിർദ്ദേശങ്ങൾ പരിശോധിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കഴിഞ്ഞ 47 വർഷമായി ഇറാൻ ചെയ്ത കാര്യങ്ങൾക്ക് അവർ അർഹമായ വില നൽകേണ്ടി വന്നിട്ടില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ്. സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നടപടികൾ വീണ്ടും ആരംഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാനുമായുള്ള യുഎസിന്റെ ശത്രുത ഏപ്രിൽ 8-ന് നിലവിൽ വന്ന വെടിനിർത്തലിലൂടെ അവസാനിച്ചു എന്ന് അമേരിക്കൻ പ്രസിഡന്റ്. ഇറാൻ യുദ്ധം തുടരുന്നതിന് കോൺഗ്രസിന്റെ അനുമതി ആവശ്യമില്ല എന്നും ഡൊണാൾഡ് ട്രംപ് കോൺഗ്രസിനെ അറിയിച്ചു. ട്രംപ് നിലപാട് വ്യക്തമാക്കിയത് വെള്ളിയാഴ്ച കോൺഗ്രസ് അംഗങ്ങൾക്ക് അയച്ച കത്തിൽ. ഇറാനെ എന്നേക്കുമായി ഇല്ലാതാക്കുക അല്ലെങ്കിൽ ഒരു കരാറിന് ശ്രമിക്കുക എന്നീ 2 വഴികളാണ് യുഎസിന് മുന്നിലുള്ളതെന്നും ഇതിൽ രണ്ടാമത്തേത് സ്വീകരിക്കാമെന്ന് താൽപര്യമെന്ന് ട്രംപ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ നടപ്പിലാക്കുന്ന ഗ്രേറ്റ് നിക്കോബാർ മെഗാ പദ്ധതിക്കു നേരെയുള്ള കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ വിമർശനത്തിന് മറുപടിയുമായി കേന്ദ്രം. പദ്ധതിയുടെ ഭാഗമായി ആൻഡമാനിലെ തദ്ദേശീയ ആദിവാസി സമൂഹത്തെ കുടിയൊഴിപ്പിക്കില്ലെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം. വിശദമായ പാരിസ്ഥിതികാഘാത പഠനത്തിലൂടെ പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കിയുള്ള പദ്ധതി രാജ്യസുരക്ഷയ്ക്ക് നിർണായകവും പ്രതിരോധ നയതന്ത്ര പ്രാധാന്യമേറിയതുമാണ് എന്ന് കേന്ദ്ര സർക്കാർ. നിരവധി കേസുകളിൽ പ്രതിയായ അർജുൻ ആയങ്കിയെ കരുതൽ തടങ്കൽ. സുഹൃത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു കരുതൽ തടങ്കിലാക്കിയത്. പുന്നേക്കാടുള്ള റിസോർട്ടിൽ വെച്ച് കോതമംഗലം പോലീസാണ് അർജുൻ ആയങ്കിയെയും സുഹൃത്തുക്കൾ അടക്കമുള്ളവരെയും കസ്റ്റഡിയിലെടുത്തത്. അർജുൻ ആയങ്കി എന്തിനാണ് കോതമംഗലം സ്റ്റേഷൻ പരിധിയിലെത്തിയതെന്ന് അന്വേഷിക്കുമെന്ന് പോലീസ്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി സ്റ്റാമർക്കെതിരെ വിവാദങ്ങൾ ഒന്നിനു പിറകെയായി വരികയാണ്. പല സിറ്റിംഗ് കൗൺസിലർമാർക്കും മത്സരിക്കാൻ അനുവാദം നൽകാതെ മാറ്റി നിർത്തിയപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി സ്റ്റാമർ സ്വന്തം മരുമകൾക്ക് സുരക്ഷിതമായ ഒരു സീറ്റ് ഉറപ്പിച്ചു എന്നതാണ് ആരോപണം. സ്റ്റാമറുടെ സഹോദരി കാതറിൻ സോബയുടെ മകൾ എല്ലി സാന്റോവിനെ കഴിഞ്ഞ ആഗസ്റ്റിലായിരുന്നു ബെൻഷാം നാനൂർ വാർഡിൽ മത്സരിക്കാനുള്ള അവസരം നൽകിയത്. പ്രത്യക്ഷ ആരോപണങ്ങളോ വിവാദങ്ങളോ ഒന്നും തന്നെ ഇല്ലാതിരിക്കെ യൂനിസ് ഓംഡെയും എനിറ്റ് മോണിക് എന്നീ 2 ലേബർ കൗൺസിലർമാർക്ക് അന്ന് മത്സരിക്കാനുള്ള അവസരം നിഷേധിച്ചിരുന്നു. മാത്രമല്ല, ക്രോയ്ഡോണിലെ ഡസനോളം സിറ്റിംഗ് കൗൺസിലർമാർക്ക് മത്സരിക്കാനുള്ള അവസരവും അന്ന് നിഷേധിച്ചിരുന്നു. അവരിൽ ഭൂരിഭാഗവും വംശീയ ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടുന്നവരായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് പരമ്പരാഗത പ്രഭുസഭാംഗങ്ങളെ പ്രഭുസഭയിൽ നിന്നും മാറ്റിയ നയം ആഘോഷമാക്കുന്ന ആഴ്ചയിൽ തന്നെ സ്റ്റാമർക്കെതിരെ സ്വജനപക്ഷപാതിത്വം എന്ന ആരോപണം ഉയർന്നത്. വംശീയ ന്യൂനപക്ഷങ്ങളിൽ ഉൾപ്പെട്ട ഇത്രയധികം കൗൺസിലർമാർക്ക് വീണ്ടും ഒരു അവസരം നിഷേധിച്ചത് എന്തിനെന്ന് ലേബർ പാർട്ടി വ്യക്തമാക്കണമെന്ന് കൺസർവേറ്റീവ് പാർട്ടിയുടെ പ്രാദേശിക നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. സ്റ്റാമറുടെ മരുമകൾക്ക് വഴിയൊരുക്കുവാൻ അവരെ ബലിയേടാക്കുകയായിരുന്നു എന്നും അവർ ആരോപിക്കുന്നു. സ്റ്റാമർ ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ തന്റെ കുടുംബവാഴ്ച സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് എന്ന ആരോപണവും ചിലർ ഉയർത്തുന്നു. ബ്രിട്ടനിൽ ഇന്ധനക്ഷാമമുണ്ടായാൽ വിമാന കമ്പനികൾക്ക് മുൻകൂട്ടി സർവീസുകൾ റദ്ദാക്കാൻ അനുമതി നൽകുന്ന പുതിയ പദ്ധതികൾ സർക്കാർ തയ്യാറാക്കി. ഈ വേനൽക്കാലത്ത് ഇന്ധന ലഭ്യതയിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ വിമാനത്താവളങ്ങളിലെ സ്ലോട്ടുകൾ നഷ്ടപ്പെടാതെ തന്നെ ആഴ്ചകൾക്ക് മുമ്പ് സർവീസുകൾ റദ്ദാക്കാൻ എയർലൈനുകൾക്ക് കഴിയുമെന്ന് അധികൃതർ. യാത്രക്കാരെ ബാധിക്കുന്ന അവസാന നിമിഷം
റദ്ദാക്കലുകൾ ഒഴിവാക്കുന്നതിനാണ് ഈ നീക്കം. അതേസമയം UK-യിലെ 4 റിഫൈനറികളോട് ജെറ്റ് ഇന്ധന വിതരണം പരമാവധി വർദ്ധിപ്പിക്കുവാനും അമേരിക്കയിൽ നിന്നും കൂടുതൽ ഇന്ധനം എത്തിക്കുന്ന മാർഗങ്ങൾ പരിശോധിക്കുവാനും സർക്കാർ നിർദ്ദേശം നൽകി. ഇപ്പോൾ ഇന്ധനക്ഷാമമില്ല എന്ന് വിമാന കമ്പനികൾ പറയുമ്പോഴും ഇറാൻ യുദ്ധം മൂലം വിതരണ ശൃംഖലയിൽ തടസ്സം വന്നാൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ പ്രശ്നം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് വിദഗ്ധർ നൽകി. UK ഉപയോഗിക്കുന്ന ജെറ്റ് ഇന്ധനത്തിന്റെ ഏകദേശം 65% ഇറക്കുമതി ചെയ്യുന്നതാണ്. ഇതിൽ വലിയൊരു പങ്ക് സാധാരണയായി മധ്യപൂർവ്വ ദേശത്ത് നിന്നാണ് കൊണ്ടുവരുന്നത്. എന്നാൽ ഹോർമുസ് കടലിടുക്ക് അടച്ചത് വിതരണത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ജൂണോടെ യൂറോപ്പിലാകെ ഇന്ധനക്ഷാമം ഉണ്ടാകുമെന്ന് അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഒരേ റൂട്ടിൽ ദിവസേന നടത്തുന്ന ചില സർവീസുകൾ കുറയ്ക്കുന്നത് പോലുള്ള മുൻകരുതലുകൾ സർക്കാർ അനുമതി നൽകാൻ പദ്ധതിയിടുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. സാധാരണയായി വിമാനത്താവള സ്ലോട്ടുകൾ നിലനിർത്താൻ 80% സർവീസുകൾ പ്രവർത്തിപ്പിക്കേണ്ടതിനാൽ എയർലൈൻസുകൾ സർവീസുകൾ റദ്ദാക്കുന്നതിൽ മടിച്ചിരുന്നു. എന്നാൽ പുതിയ പദ്ധതി അനുസരിച്ച് ഉപയോഗിക്കാത്ത സ്ലോട്ടുകൾ താൽക്കാലികമായി തിരികെ നൽകുവാനും പിന്നീട് അവ നിർത്തലാക്കാനും സാധിക്കും. ഇതിലൂടെ കുറഞ്ഞത് 2 ആഴ്ച മുമ്പ് സർവീസുകൾ റദ്ദാക്കി യാത്രക്കാർക്ക് മുൻകൂട്ടി വിവരം നൽകാൻ കഴിയും. യാത്രാ തടസ്സങ്ങൾ ഉണ്ടായാൽ യാത്രക്കാരെ റീറൂട്ട് ചെയ്യുകയോ പണം തിരികെ നൽകുകയോ ഭക്ഷണം, താമസം പോലുള്ള സഹായങ്ങൾ നൽകുകയോ ചെയ്യേണ്ടതും നിലവിലെ നിയമങ്ങൾ നിർബന്ധിതമാക്കുന്നു. ഇന്ധനക്ഷാമത്തെ അസാധാരണ സാഹചര്യങ്ങൾ ആയി പ്രഖ്യാപിച്ച് നഷ്ടപരിഹാരം ഒഴിവാക്കണമെന്ന എയർലൈനുകളുടെ ആവശ്യം ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല. ഇറാനിലെ യുദ്ധം ബ്രിട്ടന് മരുന്നുകൾ ലഭിക്കുന്നതിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. വർഷങ്ങൾക്കിടെ കാണാത്ത വിധത്തിലാണ് മരുന്നുക്ഷാമം നേരിടുന്നത്. ഇത് സ്ട്രോക്ക്, ഹൃദയാഘാതം തുടങ്ങിയ രോഗികൾക്ക് ആവശ്യമായ മരുന്നുകൾ കിട്ടാത്ത അവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നു. ആഗോള വിതരണ ശൃംഖലയിലെ പ്രശ്നങ്ങളാണ് പ്രതിസന്ധിക്ക് കാരണമെങ്കിലും ബ്രിട്ടനിലെ ഫണ്ടിംഗ് രീതി സ്ഥിതി രൂക്ഷമാക്കുന്നതായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഫാർമസി നൽകുന്ന മരുന്നുകൾ NHS ഒരു സ്ഥിരം വില നിശ്ചയിച്ചിട്ടുണ്ട്. ഫാർമസികൾ ഈ വിലയ്ക്ക് അനുസരിച്ചുള്ള സ്രോതസ്സുകളിൽ നിന്ന് വാങ്ങണം എന്നതാണ് നിബന്ധന. എന്നാൽ നിലവിൽ NHS നൽകുന്നതിന് മുകളിൽ നിരക്കുകളുള്ള 250ഓളം മരുന്നുകളാണ് ഉള്ളത്. ഇവയുടെ സ്റ്റോക്ക് ആവശ്യത്തിന് കണ്ടെത്താൻ ഫാർമസികൾ പെടുകയാണ്. ഇതുമൂലം രോഗികൾക്ക് ഗുരുതര കാലതാമസവും ക്ഷാമവും അനുഭവപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇറാൻ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതോടെ ബ്രിട്ടീഷുകാർ കഴിക്കുന്ന ചില സുപ്രധാന മരുന്നുകളുടെ വില കുതിച്ചുയരുകയും ചെയ്തു. ക്യാൻസർ ചികിത്സയ്ക്ക് ഉൾപ്പെടെയുള്ള മരുന്നുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഷിപ്പിംഗ് ചെലവുകൾ ഉയരുകയും വിമാന സർവീസുകൾ തടസ്സം നേരിടുകയും ചെയ്തതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. ബ്ലഡ് പ്രഷർ, എപ്പിലെപ്സി, ക്യാൻസർ മരുന്നുകളുടെ ക്ഷാമം മൂലം, അതായത് യുദ്ധം മൂലം വഷളാവുകയായിരുന്നു എന്ന് ഫാർമസിസ്റ്റ് ആശങ്കപ്പെടുന്നു. ഏപ്രിൽ മാസത്തിൽ ഇളവുകൾ നൽകുന്ന മരുന്നുകളുടെ എണ്ണം റെക്കോർഡ് ഉയരത്തിലാണ് എത്തിയിരിക്കുന്നത്. ഏറ്റവും സാധാരണമായി പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകൾ പോലും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. UK-യുടെ റെന്റേഴ്സ് റൈറ്റ് ആക്ട് പരിഷ്കരിച്ച മാറ്റങ്ങളുമായി പ്രാബല്യത്തിൽ വന്നു. വാടകക്കാർക്കും ലാൻഡ് ലോഡ്സിനും നിരവധി മാറ്റങ്ങൾക്കൊപ്പമാണ് നിയമം നിലവിലെത്തുന്നത്. സെക്ഷൻ 21 പ്രകാരമുള്ള നോ ഫോൾഡ് എവിക്ഷൻ ഉൾപ്പെടെ അവസാനിപ്പിച്ചുകൊണ്ടാണ് പ്രൈവറ്റ് റെന്റിംഗ് പരിഷ്കാരങ്ങൾ വന്നത്. 11 മില്യൺ പ്രൈവറ്റ് റെന്റേഴ്സിനും 2.3 ബില്യൺ ലാൻഡ് ലോഡ്സിനും ഇത് സാരമായ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. മുൻകൂർ നോട്ടീസും ന്യായീകരണവുമില്ലാതെ വാടകക്കാരെ പുറത്താക്കാൻ വഴിയൊരുക്കിയ സെക്ഷൻ 21 എടുത്തു കളഞ്ഞു എന്നതാണ് റെന്റേഴ്സ് റൈറ്റ് ആക്ടിലെ പ്രധാന മാറ്റം. ഇതിനു പുറമെ ലാൻഡ് ലോഡ്സിന് ലേലം വിളിച്ച് വാടകയ്ക്ക് കൊടുക്കുന്നതും അവസാനിപ്പിക്കേണ്ടി വരും. പരസ്യം ചെയ്ത വാടകയിൽ കൂടുതൽ ഇവർക്ക് ചോദിക്കാൻ സാധിക്കില്ല. 1 മാസത്തെ വാടക മാത്രം മുൻകൂറായി വാങ്ങാൻ അനുമതിയുള്ളൂ എന്നതാണ് മറ്റൊരു സുപ്രധാന മാറ്റം. കൂടാതെ വളർത്തുമൃഗങ്ങളെ അനുവദിക്കില്ല എന്ന് ഒറ്റയടിക്ക് പറയാതെ വാടകക്കാർ ആവശ്യപ്പെട്ടാൽ ഇത് പരിഗണിക്കണം. ഇതിനു പുറമെ ഫിക്സഡ് ടേം ടെനൻസി കോൺട്രാക്റ്റുകൾ അവസാനിപ്പിക്കുന്നതാണ് മറ്റൊരു മാറ്റം. ഇതിന് പകരം വരുന്ന റോളിംഗ് കോൺട്രാക്ട് കൂടുതൽ ഫ്ലെക്സിബിലിറ്റി ആകും നൽകുക എന്നതാണ് നിഗമനം. വീടുകളുടെ നിലവാരം സുരക്ഷിതമാക്കണമെന്നതിനും ബില്ലിൽ ഉൾപ്പെടുന്നുണ്ട്. ബ്രിട്ടീഷ് പൊതുമാധ്യമ സ്ഥാപനം BBC-യുടെ വാർത്താ വിഭാഗത്തിൽ വൻ വെട്ടിനിരത്ത്. 15% വരെ ചിലവ് കുറയ്ക്കാനുള്ള തീരുമാനമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതോടെ നൂറുകണക്കിന് ജീവനക്കാർക്ക് ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യത ഉയർന്നിരിക്കുകയാണ്. BBC ആകെ നടപ്പാക്കുന്ന 600 മില്യൺ പൗണ്ട് ചിലവ് കുറയ്ക്കൽ പദ്ധതിയുടെ ഭാഗമായാണ് ഈ നടപടി. ഏകദേശം 21,500 ജീവനക്കാർക്ക് 10% പേരിൽ, അതായത് ഈ ജീവനക്കാരിൽ 10% പേർക്ക് ജോലി നഷ്ടമാകും. വാർത്താ വിഭാഗം BBC ജീവനക്കാരിൽ ജോലിക്കാർ പോകുന്നതോടെ പ്രവർത്തനത്തെ തന്നെ സാരമായി ബാധിക്കും. മുൻ ഗൂഗിൾ എക്സിക്യൂട്ടീവായ മാറ്റ് ബ്രിഡൻ മെയ് 18 മുതൽ ഡയറക്ടർ ജനറലായി ചുമതല ഏൽക്കാനിരിക്കെയാണ് ഈ തീരുമാനം. മുൻ ഡയറക്ടർ ജനറൽ ടിം ഡേവി
രാജിവെച്ചതിന് പിന്നാലെയാണ് പുതിയ തീരുമാനം. BBC കഴിഞ്ഞ കാലത്ത് നിരവധി വിവാദങ്ങൾ നേരിട്ടിരുന്നു. ട്രംപ് നടത്തിയ പ്രസംഗം എഡിറ്റ് ചെയ്തതിനെ തുടർന്നുണ്ടായ വിമർശനങ്ങളും പക്ഷപാതപരമായ ആരോപണങ്ങളും സ്ഥാപനത്തെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. ചിലവിന്റെ ഭൂരിഭാഗവും ജീവനക്കാരുമായി ബന്ധപ്പെട്ടതാണ്. അതിനാൽ ജീവനക്കാരെ കുറയ്ക്കുന്നത് അനിവാര്യമാണ് എന്നാണ് വാർത്താ വിഭാഗം ഡയറക്ടർ റിച്ചാർഡ് ബർജൻസ് വ്യക്തമാക്കിയത്. BBC-യുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് 2025 മാർച്ച് വരെ വാർത്താ വിഭാഗത്തിന് 324 മില്യൺ പൗണ്ട് ചെലവഴിച്ചിരുന്നു. ചെലവ് ചുരുക്കന്റെ ഭാഗമായി കൂടുതൽ ചർച്ചകൾ നടന്നുവരുന്നു. സമാധാന കരാറിനായി ഇറാൻ സമർപ്പിച്ച 14 ഇന നിർദ്ദേശങ്ങൾ താൻ പരിശോധിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ ഇറാൻ മുന്നോട്ട് വെച്ച ഈ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ കഴിയുമെന്ന് താൻ കരുതുന്നില്ല. കഴിഞ്ഞ 47 വർഷമായി ഇറാൻ ചെയ്ത കാര്യങ്ങൾക്ക് അവർ അർഹമായ വില നൽകേണ്ടി വന്നിട്ടില്ല എന്നും ട്രംപ്. സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നടപടികൾ വീണ്ടും ആരംഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഫ്ലോറിഡയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമായത്. ഇറാൻ മോശമായി പെരുമാറുകയാണ് എങ്കിൽ അവർക്കെതിരെ വീണ്ടും ആക്രമണങ്ങൾ ആരംഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഏത് സാഹചര്യത്തിൽ അല്ലെങ്കിൽ എന്ത് സാഹചര്യത്തിലാണ് വീണ്ടും ആക്രമണം ഉണ്ടാവുക എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിന് സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം ഉറപ്പിച്ച് വ്യക്തമാക്കി. വെടിനിർത്തൽ നീട്ടുന്നതിനു പകരം യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കണം. ലെബനിലേത് അടക്കം എല്ലാ ആക്രമണങ്ങളും അമേരിക്ക അവസാനിപ്പിക്കണമെന്നും ഹോർമൂസിന്റെ നിയന്ത്രണത്തിന് പുതിയ സംവിധാനം വേണം. മേഖലയിൽ നിന്നും US സേനയെ പൂർണ്ണമായും പിൻവലിക്കണം തുടങ്ങിയ 14 നിർദ്ദേശങ്ങളാണ് ഇറാൻ പുതിയ സമാധാന കരാറിന്റെ ഭാഗമായി പങ്കുവച്ചിട്ടുള്ളത്. സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്ന പാകിസ്ഥാൻ വഴിയാണ് ഇറാൻ ഈ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചത്. ഇറാനുമായുള്ള US-ന്റെ ശത്രുത ഏപ്രിൽ 8-ന് നിലവിൽ വന്ന വെടിനിർത്തലിലൂടെ അവസാനിച്ചുവെന്നും അതിനാൽ ഇറാൻ യുദ്ധം തുടരുന്നതിന് കോൺഗ്രസിന്റെ അനുമതി ആവശ്യമില്ലെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് US കോൺഗ്രസിനെ ഇക്കാര്യം അറിയിച്ചു. വെള്ളിയാഴ്ച കോൺഗ്രസ് അംഗങ്ങൾക്ക് അയച്ച കത്തിലാണ് ട്രംപ് നിലപാട് വ്യക്തമാക്കിയത്. US-ലെ വാർ പവേഴ്സ് ആക്ട് പ്രകാരം ഒരു രാജ്യത്തിനെതിരെയുള്ള സൈനിക നടപടി ആരംഭിക്കുന്നതിനെ കുറിച്ച് നിയമനിർമ്മാതാക്കൾക്ക് അറിയിപ്പ് ലഭിച്ച് 60 ദിവസത്തിനകം US കോൺഗ്രസിന്റെ അനുമതി തേടിയിരിക്കണം. അല്ലാത്ത പക്ഷം എല്ലാ യുദ്ധ നടപടികളും അവസാനിപ്പിക്കണം. എന്നാൽ ഫെബ്രുവരി 28-ന് ആരംഭിച്ച യുദ്ധം വെടിനിർത്തലിലൂടെ അവസാനിച്ചുവെന്നും ഏപ്രിൽ 7-നു ശേഷം ഇറാനിൽ നേരിട്ടുള്ള സൈനിക നടപടികളൊന്നും നടക്കാത്തതിനാൽ കോൺഗ്രസിന്റെ അനുമതി തേടേണ്ട ആവശ്യമില്ല എന്നാണ് ട്രംപിന്റെ വാദം. യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കുവാനും സ്ഥിരമായ സമാധാന കരാറിലെത്തുവാനുമുള്ള ചർച്ചകളുടെ ഭാവി അനിശ്ചിതത്വത്തിൽ തുടരുന്നതിനിടെയാണ് ട്രംപിന്റെ പ്രസ്താവന. ഇറാനിൽ സാധ്യമായ പുതിയ സൈനിക നടപടികളെ കുറിച്ച് US സെൻട്രൽ കമാൻഡർ തലവൻ ബ്രാൻഡ് കൂപ്പർ വ്യാഴാഴ്ച ട്രംപിന് വിശദീകരണം നൽകിയെന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. ഇറാനെ എന്നേക്കുമായി ഇല്ലാതാക്കുക അല്ലെങ്കിൽ ഒരു കരാറിന് ശ്രമിക്കുക എന്നീ 2 വഴികളാണ് US-ന് മുന്നിലുള്ളതെന്നും ഇതിൽ രണ്ടാമത്തേത് സ്വീകരിക്കാനാണ് താല്പര്യമെന്നും ട്രംപ് പറഞ്ഞു. യമൻ തീരത്ത് വെച്ച് സൊമാലിയൻ കടക്കൊള്ളക്കാർ എണ്ണക്കപ്പൽ തട്ടിയെടുത്തു. ശനിയാഴ്ചയാണ് സംഭവം. MT യുറേക്ക എന്ന കപ്പലിലാണ് കടൽ കൊള്ളക്കാർ തട്ടിയെടുത്തതെന്നും അത് സൊമാലിയയെ ലക്ഷ്യം വെച്ച് നീങ്ങുകയാണോ എന്നും യമന്റെ കോസ്റ്റ് ഗാർഡ് അറിയിച്ചു. കപ്പൽ തട്ടിയെടുത്ത കാര്യം സൊമാലിയൻ അധികൃതരും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ ടോഗോയുടെ പതാക വഹിച്ചിരുന്ന കപ്പലാണ് MT യുറേക്ക. നിലവിൽ യമനും സൊമാലിയയ്ക്കും ഇടയിൽ ഏഡൻ ഉൾക്കടലിലൂടെ നീങ്ങിക്കൊണ്ടിരുന്ന കപ്പൽ വരും മണിക്കൂറുകളിലുള്ളിൽ സൊമാലിയൻ കടലിൽ നങ്കൂരമിട്ടേക്കും എന്നാണ് സൂചന. ഖന തുറമുഖത്ത് സമീപം ഏഡൻ ഉൾക്കടലിൽ വെച്ചാണ് കടൽ കൊള്ളക്കാർ കപ്പലിന്റെ നിയന്ത്രണം തട്ടിയെടുത്തതെന്നാണ് വിവരം. ഈ പ്രദേശത്ത് വെച്ച് 10 ദിവസത്തിനിടെ കടൽ കൊള്ളക്കാർ തട്ടിയെടുക്കുന്ന രണ്ടാമത്തെ എണ്ണക്കപ്പലാണിത്. ഓണർ 25 എന്ന എണ്ണക്കപ്പൽ ഏപ്രിൽ 22-ാം തീയതി കടൽ കൊള്ളക്കാർ തട്ടിയെടുത്തിരുന്നു. മൊഗാദിഷുവിലേക്ക് 18,500 ബാരൽ എണ്ണയുമായി പോവുകയായിരുന്നു ഓണർ. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. 1 പൗണ്ട് 128.78 ഇന്ത്യൻ രൂപ, 1 പൗണ്ട് 1.16 യൂറോ, 1 US ഡോളർ 94.91 ഇന്ത്യൻ രൂപ, 1 യൂറോ 111.34 ഇന്ത്യൻ രൂപ, 1 പൗണ്ട് 1.36 US ഡോളർ, 1 കനേഡിയൻ ഡോളർ 69.87 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്.
ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹത്തിൽ നടപ്പാക്കുന്ന ഗ്രേറ്റ് നിക്കോബാർ മെഗാ പദ്ധതിക്ക് നേരെയുള്ള കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ വിമർശനത്തിന് മറുപടിയായി കേന്ദ്രം. പദ്ധതിയുടെ ഭാഗമായി ആൻഡമാനിലെ തദ്ദേശീയ ആദിവാസി സമൂഹത്തെ കുടിയൊഴിപ്പിക്കില്ലെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം വ്യക്തമാക്കി. വിശദമായ പാരിസ്ഥിതിക ആഘാത പഠനത്തിലൂടെ പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കിയുള്ള പദ്ധതി രാജ്യസുരക്ഷയ്ക്ക് നിർണായകവും പ്രതിരോധ നയതന്ത്ര പ്രാധാന്യമേറിയതുമാണ് എന്ന് മന്ത്രാലയം വ്യക്തമാക്കി. 81,000 കോടി രൂപയുടെ പദ്ധതി രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതികളിലൊന്നും പ്രകൃതിക്കും ആദിവാസി പാരമ്പര്യത്തിനും നേർക്കുള്ള ഗുരുതരമായ കുറ്റകൃത്യമാണെന്നും കഴിഞ്ഞ ദിവസം ആൻഡമാൻ സന്ദർശിച്ച രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു. ആൻഡമാൻ തീരത്തിനുള്ള നോട്ടം ഉപയോഗപ്പെടുത്തി തുറമുഖം വികസിപ്പിക്കുക വഴി ഇന്ത്യയെ സുപ്രധാന സാമ്പത്തിക നയതന്ത്ര ഹബ്ബാക്കാം. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വാണിജ്യ സൈനിക സ്വാധീനം ശക്തമാക്കുക എന്ന ചൈനയുടെ തന്ത്രത്തെ നേരിടാൻ പദ്ധതി സഹായിക്കും. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വിദേശ ശക്തികളുടെ സാന്നിധ്യത്തെ ചെറുക്കാനും മാരിടൈം പാതയുടെ സുരക്ഷ ഉറപ്പിക്കാനും ആകും. കർണാടക കോൺഗ്രസ് MLA-യും മുൻ മന്ത്രിയുമായ വിനയ് കുൽക്കർണിയെ അയോഗ്യനാക്കി. 2016-ൽ BJP ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന യോഗേഷ് ഗൌഡർ കൊല്ലപ്പെട്ട കേസിലാണ് മുൻ മന്ത്രി കൂടിയായ വിനയ് കുൽക്കർണി പ്രതിയായിരുന്നത്. ഈ കേസ് CBI ആണ് അന്വേഷിച്ചിരുന്നത്. വിചാരണകൾക്കൊടുവിൽ വിനയ് കുൽക്കർണിയെ കുറ്റക്കാരനെന്ന് കണ്ടെത്തി കോടതി ശിക്ഷ വിധിച്ചതോടെയാണ് അയോഗ്യനാക്കിയത്. ശിക്ഷാവിധി പുറത്തുവന്ന 2 ആഴ്ചയോളം കഴിഞ്ഞാണ് അയോഗ്യത സംബന്ധിച്ച നിയമസഭാ സെക്രട്ടേറിയറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. കർണാടകയിലെ ദർവാഡയിൽ നിന്നുമുള്ള നിയമസഭാ അംഗമായിരുന്നു. കർണാടകയിൽ സിദ്ധരാമയ്യ സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ഈ നടപടി. വടക്കൻ കർണാടകയിലെ പ്രമുഖ ലിംഗായത്ത് നേതാവാണ് വിനയ് കുൽക്കർണി. വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലടക്കം ഈ അയോഗ്യത വലിയ ചർച്ചയാകും. ഇദ്ദേഹത്തിന് അടുത്ത 6 വർഷത്തേക്ക് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനാകില്ല. ഇക്കഴിഞ്ഞ ഏപ്രിൽ 15-നാണ് വിനയ് കുൽക്കർണിയെ മംഗളൂരുവിലെ പ്രത്യേക കോടതി ശിക്ഷിച്ചത്. മറ്റ് 15 പേരെയും ശിക്ഷിച്ചിരുന്നു. കൊലപാതക ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് മുഖ്യ സൂത്രധാരനാണ് വിനയ് കുൽക്കർണി എന്നാണ് CBI കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയത്. കേസിൽ 2020-ൽ CBI അറസ്റ്റ് ചെയ്ത ശേഷം ഇദ്ദേഹം ജാമ്യം നേടി പുറത്തിറങ്ങിയിരുന്നു. എന്നാൽ വിചാരണയ്ക്കിടെ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് ആരോപിച്ച് ഇദ്ദേഹത്തിന്റെ ജാമ്യം റദ്ദാക്കി. പിന്നീട് വിചാരണ കഴിഞ്ഞ ശേഷം 2026 ഫെബ്രുവരിയിൽ സുപ്രീം കോടതിയാണ് ഇദ്ദേഹത്തിന് ജാമ്യം നൽകിയത്. നിരവധി കേസുകളിൽ പ്രതിയായ അർജുൻ ആയങ്കി കരുതൽ തടങ്കലിൽ. സുഹൃത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു അർജുൻ ആയങ്കിയെ കരുതൽ തടങ്കലിലെടുത്തത്. പുന്നേക്കാടുള്ള റിസോർട്ടിൽ വെച്ച് കോതമംഗലം പോലീസാണ് അർജുൻ ആയങ്കിയെ സുഹൃത്തുക്കൾ അടക്കമുള്ളവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കസ്റ്റഡിയിലുള്ളവരിൽ മരട് അനീഷിന്റെ കൂട്ടാളികളുമുണ്ട്. അർജുൻ ആയങ്കി എന്തിനാണ് കോതമംഗലം സ്റ്റേഷൻ പരിധിയിലെത്തിയതെന്ന് അന്വേഷിക്കുമെന്നും പോലീസ് അറിയിച്ചു. നേരത്തെ DYFI അഴീക്കോട് കപ്പക്കടവ് യൂണിറ്റ് സെക്രട്ടറി ആയിരുന്ന അർജുൻ ആയങ്കി CPM ലീഗ് CPM BJP സംഘർഷങ്ങളിൽ പ്രസ്ഥാനത്തുണ്ടായിരുന്ന അർജുൻ ആയങ്കി ലഹരിക്കടത്ത് സംഘങ്ങളുമായി അടുത്തതോടെയാണ് DYFI ഇയാളെ പുറത്താക്കിയിരുന്നു. പിന്നീട് നവമാധ്യമങ്ങളിലെ അക്കൗണ്ടുകളിൽ CPM പ്രചാരണം സ്വന്തം നിലയ്ക്ക് നടത്തിയ അർജുൻ ഇതിനെ മറയാക്കി സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ പ്രവർത്തനങ്ങളിലേക്കും തിരിഞ്ഞു. കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം കാരിയറെ സ്വാധീനിച്ച് ഭീഷണിപ്പെടുത്തിയും ആക്രമിച്ചും തട്ടിയെടുത്താണ് അർജുൻ സംഘവും ചെയ്തിരുന്നത്. ഗൾഫിലും കേരളത്തിലുടനീളം അർജുൻ ആയങ്കി നെറ്റ്വർക്ക് ഉണ്ടായിരുന്നതായാണ് പോലീസിന്റെ കണ്ടെത്തൽ. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ച കൊഴുക്കുന്നതിനിടെ പ്രതിപക്ഷ നേതാവ് VD സതീശനെ അനുകൂലിച്ച് കണ്ണൂരിൽ വീണ്ടും ഫ്ലക്സ് ബോർഡുകൾ. നാടിന്റെ കരുത്തിന് നട്ടലുള്ള നേതൃത്വം എന്ന വാചകത്തോടെയാണ് ഫ്ലക്സ് ബോർഡ്. കടച്ചിറയിലെ യുദ്ധന്മാർ എന്ന പേരിലാണ് ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചത്. 1000 തെരഞ്ഞെടുപ്പുകൾ തോറ്റാലും ഒരു വർഗീയവാദിയുടെ വോട്ട് പോലും ഞങ്ങൾക്ക് വേണ്ട എന്ന് ഫ്ലക്സ് ബോർഡിൽ എഴുതിയിട്ടുണ്ട്. കണ്ണൂരിൽ നേരത്തെയും VD സതീശനെ അനുകൂലിച്ച് ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നിരുന്നു. നിയുക്ത മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ എന്നായിരുന്നു ഫ്ലക്സിലെ വാചകം. ശ്രീകണ്ഠപുരം കൊട്ടിയൂർ വയൽ ബസ് സ്റ്റോപ്പിന് സമീപമുള്ളാണ് ഫ്ലക്സ് ബോർഡ് വെച്ചത്. കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിലാണ് ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചത്. സംസ്ഥാനത്ത് നിരവധിയിടങ്ങളിൽ VD സതീശനായി ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. മൂവാറ്റുപുഴയിലും തൊടുപുഴയിലും എറണാകുളം കങ്ങരപ്പടിയിലും ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. മൂവാറ്റുപുഴ ടൗൺ UP സ്കൂളിന് മുൻവശത്തും വെള്ളൂർ കുന്നം സിഗ്നൽ ജംഗ്ഷനിലുമാണ് വലിയ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ച നിലയിൽ കണ്ടെത്തിയത്. VS-ന് സീറ്റ് നിഷേധിച്ചപ്പോൾ കേരളത്തിലുണ്ടായ സാഹചര്യം ഓർത്താൽ നന്ന് എന്നാണ് ഫ്ലക്സിലെ വാചകം. VD സതീശൻ ചെയ്ത പ്രവർത്തനങ്ങൾ നമ്പറുകൾ സഹിതം കാണിച്ചാണ് ഫ്ലക്സ്. കോൺഗ്രസ് കൂട്ടായ്മ എന്ന പേരിലാണ് ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. തൊടുപുഴ പട്ടയം കവലയ്ക്ക് സമീപമാണ് ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടത്. പട നയിച്ചവൻ നാട് നയിക്കും എന്നാണ് ഫ്ലക്സിലെ വാചകം. പൂഞ്ഞാറിൽ മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് PC ജോർജ്. ആർക്കെങ്കിലും തർക്കമുണ്ടെങ്കിൽ അവരുമായി 1 കോടി രൂപ പന്തയം വെക്കാൻ തയ്യാറാണെന്നും പാലയിൽ ഷോൺ ജോർജ് ജയിക്കുമെന്നും PC ജോർജ്. കേരളത്തിൽ BJP മികച്ച മുന്നേറ്റം നടത്തുമെന്നും രാജീവ് ചന്ദ്രശേഖർ മികച്ച നേതാവാണെന്നും PC കൂട്ടിച്ചേർത്തു.
പൂഞ്ഞാറിൽ മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും. ആർക്കെങ്കിലും തർക്കമുണ്ടെങ്കിൽ അവരുമായി 1 കോടി രൂപ പന്തയം വെക്കാൻ തയ്യാറാണെന്നും പാലയിൽ ഷോൺ ജോർജ് ജയിക്കും. കേരള നിയമസഭയിൽ അപ്പനും മകനും ഒന്നിച്ചെത്തുന്ന ചരിത്രം ആകുമെന്നും ഇത്തവണ. കേരളത്തിൽ BJP മികച്ച മുന്നേറ്റം നടത്തുകയും ചെയ്യും. രാജീവ് ചന്ദ്രശേഖർ മികച്ച നേതാവാണ്. ആർക്കും കേവല ഭൂരിപക്ഷം ഇല്ലാത്ത ഫലം ആകും ഉണ്ടാവുക. UDF ഏറ്റവും കൂടുതൽ സീറ്റ് നേടും. LDF-നെതിരെ തീരെ മോശമാകില്ല. 11 സീറ്റിൽ NDA ജയിക്കും. കേരളത്തിന് പുറത്ത് CPM-ഉം കോൺഗ്രസും ഒന്നാണ്. ഇത്തവണ കേരളത്തിലും അവർ ഒന്നിക്കട്ടെ. BJP പ്രതിപക്ഷത്ത് ഇരിക്കാം. അടുത്ത തെരഞ്ഞെടുപ്പിൽ BJP ഒറ്റയ്ക്ക് ഭരിക്കുമെന്നും PC ജോർജ് കൂട്ടിച്ചേർത്തു. ഇനി സ്പോർട്സ്. IPL മുംബൈ ഇന്ത്യൻസിന് വീണ്ടും നിരാശ. ചെന്നൈ സൂപ്പർ കിങ്സ് തങ്ങളുടെ സ്വന്തം തട്ടകത്തിൽ നടന്ന മത്സരത്തിൽ 8 വിക്കറ്റിന് മുംബൈയെ തോൽപ്പിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഉയർത്തിയ 160 റൺസ് വിജയലക്ഷ്യം 11 പന്തുകൾ ബാക്കി നിൽക്കെ ചെന്നൈ മറികടന്നു. അർദ്ധ സെഞ്ചുറി നേടിയ ക്യാപ്റ്റൻ ഗെയ്ക്വാദും കാർത്തിക് ശർമ്മയുടെ പ്രകടനവുമാണ് ചെന്നൈയെ വിജയത്തിലെത്തിച്ചത്. നേരത്തെ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിലാണ് 159 റൺസ് എടുത്തത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ചെന്നൈക്ക് മലയാളി താരം സഞ്ജുവിന്റെ വിക്കറ്റ് തുടക്കത്തിൽ നഷ്ടമായി. 9 പന്തിൽ 11 റൺസോടെയാണ് സഞ്ജു കൂടാരം കയറിയത്. രണ്ടാം വിക്കറ്റിൽ ഗെയ്ക്വാദും ഓർവിൽ പട്ടേലും അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ടുണ്ടാക്കി. പട്ടേൽ മടങ്ങിയ ശേഷം എത്തിയ കാർത്തിക് ശർമ്മ ക്യാപ്റ്റന് മികച്ച പിന്തുണ നൽകിയതോടെ ചെന്നൈ അനായാസം വിജയത്തിലേക്ക് അടുക്കുകയായിരുന്നു. മുംബൈ നിരയിൽ 37 പന്തിൽ 57 റൺസ് എടുത്ത നമാൻ ധിറാറാണ് ടോപ്പ് സ്കോറർ. മുംബൈ ബൌളർമാർ നിറമങ്ങിയ മത്സരത്തിൽ ബുംറയ്ക്കും ഗസൻ പാസവാറിനും മാത്രമാണ് വിക്കറ്റ് ലഭിച്ചത്. ഇരുവരും ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി. ചെന്നൈ ബൌളർമാരിൽ അൻഷുൽ കമ്പോജ് 3 വിക്കറ്റ് നേടിയപ്പോൾ നൂർ അഹമ്മദ് 2 വിക്കറ്റുകൾ വീഴ്ത്തി. രാമകൃഷ്ണ ഘോഷ്, ജാമി ഓവർട്ടൺ എന്നിവർ ഓരോ വിക്കറ്റ് വീതവും നേടി. ജയത്തോടെ 9 മത്സരങ്ങളിൽ നിന്നും 8 പോയിന്റുമായി ചെന്നൈ പോയിന്റ് പട്ടികയിൽ 6-ാം സ്ഥാനത്തേക്ക് നേടി. 9-ൽ 7 തോറ്റ മുംബൈ പട്ടികയിൽ 9-ാം സ്ഥാനത്താണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്രിട്ടനിൽ പ്രധാനമന്ത്രിക്കെതിരെ വിവാദം പുകയുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി സ്വന്തം മരുമകൾക്ക് സുരക്ഷിതമായ ഒരു സീറ്റ് ഉറപ്പിച്ച സംഭവത്തിൽ സ്റ്റാമർക്കെതിരെ പുതിയ വിവാദം. സ്റ്റാമറുടെ സഹോദരി കാതറിൻ സ്വബയുടെ മകൾ എല്ലി സാന്റോവിനെ കഴിഞ്ഞ ആഗസ്റ്റിലായിരുന്നു ബെൻഷാം നൊനാവ വാർഡിൽ മത്സരിക്കാനുള്ള അവസരം നൽകിയത്. സ്വജനപക്ഷം കാണിക്കാൻ സ്റ്റാമർ 2 ലേബർ കൗൺസിലർമാർക്കും ക്രോയ്ഡോണിലെ 1/2 ഡസനോളം സിറ്റിംഗ് കൗൺസിലർമാർക്കും മത്സരിക്കാനുള്ള അവസരം നിഷേധിച്ചു. ബ്രിട്ടനിൽ ഇന്ധനക്ഷാമമുണ്ടായാൽ വിമാന കമ്പനികൾക്ക് മുൻകൂട്ടി സർവീസുകൾ റദ്ദാക്കാൻ അനുമതി നൽകുന്ന പുതിയ പദ്ധതി സർക്കാർ തയ്യാറാക്കി. നടപടി വേനൽക്കാലത്തെ ഇന്ധന ലഭ്യതയിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ വിമാനത്താവളങ്ങളിലെ സ്ലോട്ടുകൾ നഷ്ടപ്പെടാതെ തന്നെ ആഴ്ചകൾക്ക് മുമ്പ് സർവീസുകൾ റദ്ദാക്കാൻ എയർലൈൻസുകൾക്ക് കഴിയും. നീക്കം യാത്രക്കാരെ ബാധിക്കുന്ന അവസാന നിമിഷം റദ്ദാക്കൽ ഒഴിവാക്കുന്നതിന് വേണ്ടി UK-ലെ 4 റിഫൈനറികളോട് ജെറ്റ് ഇന്ധന വിതരണം പരമാവധി വർദ്ധിപ്പിക്കുവാനും അമേരിക്കയിൽ നിന്നും കൂടുതൽ ഇന്ധനം എത്തിക്കുവാനും സർക്കാർ നിർദ്ദേശം നൽകി. ഇറാനിലെ യുദ്ധം ബ്രിട്ടന് മരുന്നുകൾക്ക് ലഭിക്കുന്നതിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ബ്രിട്ടൻ രോഗികളടക്കം നേരിടുന്നത് വർഷങ്ങൾക്കിടെ കാണാത്ത വിധത്തിലുള്ള മരുന്ന് ക്ഷാമം. രാജ്യത്ത് സ്ട്രോക്ക്, ഹൃദയാഘാതം, ചുഴലി രോഗികളിൽ പെടുന്നവർക്ക് ആവശ്യമായ മരുന്നുകൾ കിട്ടാത്ത അവസ്ഥ. പ്രതിസന്ധിക്ക് കാരണം ആഗോള വിതരണ ശൃംഖലയിലെ പ്രശ്നങ്ങളെന്ന് സർക്കാർ. ബ്ലഡ് പ്രഷർ, എപ്പിസൈസ്, ക്യാൻസർ മരുന്നുകളുടെ ക്ഷാമവും രൂക്ഷം. ഇറാൻ അമേരിക്ക യുദ്ധം അവസാനിക്കാനുള്ള സാധ്യതകൾ കണ്ടു തുടങ്ങി. സമാധാന കരാറിനായി ഇറാൻ സമർപ്പിച്ച 14 ഇന നിർദ്ദേശങ്ങൾ പരിശോധിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കഴിഞ്ഞ 47 വർഷമായി ഇറാൻ ചെയ്ത കാര്യങ്ങൾക്ക് അവർ അർഹമായ വില നൽകേണ്ടി വന്നിട്ടില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ്. സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നടപടികൾ വീണ്ടും ആരംഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാനുമായുള്ള US-ന്റെ ശത്രുത ഏപ്രിൽ 8-ന് നിലവിൽ വന്ന വെടിനിർത്തലിലൂടെ അവസാനിച്ചു എന്ന് അമേരിക്കൻ പ്രസിഡന്റ്. ഇറാൻ യുദ്ധം തുടരുന്നതിന് കോൺഗ്രസിന്റെ അനുമതി ആവശ്യമില്ല എന്നും ഡൊണാൾഡ് ട്രംപ് കോൺഗ്രസിനെ അറിയിച്ചു. ട്രംപ് നിലപാട് വ്യക്തമാക്കിയത് വെള്ളിയാഴ്ച കോൺഗ്രസ് അംഗങ്ങൾക്ക് അയച്ച കത്തിൽ. ഇറാനെ എന്നേക്കുമായി ഇല്ലാതാക്കുക അല്ലെങ്കിൽ ഒരു കരാറിന് ശ്രമിക്കുക എന്നീ 2 വഴികളാണ് US-ന് മുന്നിലുള്ളതെന്നും ഇതിൽ രണ്ടാമത്തേത് സ്വീകരിക്കാമെന്ന് താൽപര്യമെന്ന് ട്രംപ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ നടപ്പിലാക്കുന്ന ഗ്രേറ്റ് നിക്കോബാർ മെഗാ പദ്ധതിക്കു നേരെയുള്ള കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ വിമർശനത്തിന് മറുപടിയുമായി കേന്ദ്രം. പദ്ധതിയുടെ ഭാഗമായി ആൻഡമാനിലെ തദ്ദേശീയ ആദിവാസി സമൂഹത്തെ കുടിയൊഴിപ്പിക്കില്ലെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം. വിശദമായ പാരിസ്ഥിതികാഘാത പഠനത്തിലൂടെ പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കിയുള്ള പദ്ധതി രാജ്യസുരക്ഷയ്ക്ക് നിർണായകവും പ്രതിരോധ നയതന്ത്ര പ്രാധാന്യമേറിയതുമാണ് എന്ന് കേന്ദ്ര സർക്കാർ. നിരവധി കേസുകളിൽ പ്രതിയായ അർജുൻ ആയങ്കിയെ കരുതൽ തടങ്കൽ. സുഹൃത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു കരുതൽ തടങ്കിലാക്കിയത്.
പുന്നേക്കാടുള്ള റിസോർട്ടിൽ വെച്ച് കോതമംഗലം പോലീസാണ് അർജുൻ ആയങ്കിയെയും സുഹൃത്തുക്കൾ അടക്കമുള്ളവരെയും കസ്റ്റഡിയിലെടുത്തത്. അർജുൻ ആയങ്കി എന്തിനാണ് കോതമംഗലം സ്റ്റേഷൻ പരിധിയിലെത്തിയതെന്ന് അന്വേഷിക്കുമെന്ന് പോലീസ്. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.